ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് ഒരു DIY ടേബിൾ കലണ്ടർ ഉണ്ടാക്കാം. അതിനുവേണ്ടി A4 സൈസിലുള്ള കുറച്ച് കട്ടിയുള്ള ഇതുപോലുള്ള പേപ്പേഴ്സ് വേണം. ഞാനിവിടെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കണം, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു A4 ഷീറ്റിൽ നിന്ന് 4 ഷീറ്റ്സ് നമുക്ക് കിട്ടും. ഇതുപോലെ ടോട്ടൽ 12 എണ്ണം വേണം. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അതിനു വേണ്ടി 10 സെൻറ്റിമീറ്റർ അളന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി 1.5 സെൻറ്റിമീറ്റർ ഇൻ്റർവെല്ലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ കോളംസ് വരച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 7 കോളംസ് ഉണ്ട്. ഇനി നമുക്ക് റോസ് വരച്ചു കൊടുക്കണം. അതിന് 2 സെൻറ്റിമീറ്റർ ഇൻ്റർവെല്ലിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 5 റോസ് ഇതുപോലെ കിട്ടും. ഇനി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം മാർക്കർ പെൻ വെച്ചിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനതിന് കുറച്ച് ഹൈലൈറ്റേഴ്സാണ് ആദ്യം എടുത്തിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഹൈലൈറ്റേഴ്സാണ്. അപ്പോൾ അത് വെച്ച് ഈ മുകൾ പോർഷൻ പല പല കളേഴ്സിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് പെൻസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് പെൻസാണ് കുറച്ചും കൂടെ വൃത്തിക്ക് വന്നിരിക്കുന്നത്, ഈ മുകളിലൊന്ന് കളർ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. അപ്പോൾ പല പല കളേഴ്സാണ് ഞാൻ മാറി മാറി കൊടുക്കുന്നത്. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇനി നമുക്ക് ഡേയ്സ് മാർക്ക് ചെയ്യാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. പിന്നെ ജനുവരി, ഫെബ്രുവരി മന്തിൻ്റെ പേരെല്ലാം എഴുതി കൊടുക്കാം. നെക്സ്റ്റ് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയാണ്. അതിനുവേണ്ടി ഞാൻ സ്റ്റെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്, ചിലത് കൈ കൊണ്ടും വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജെൽ പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. നമുക്ക് കലണ്ടറിൻ്റെ ബേസ് ഉണ്ടാക്കാം. അതിന് ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നടുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി മടക്കുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് പഞ്ച് വെച്ച് തുളച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി ഒരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി പേപ്പർ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ക്രാഫ്റ്റ് ഫെൽറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല നീറ്റ് ലുക്ക് കിട്ടും. പിന്നെ ക്രാഫ്റ്റ് ഫെൽറ്റിൻ്റെ കുറച്ച് പീസസ് എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഹോൾ ഇടുന്നുണ്ട് ഫെൽറ്റിൽ. അതിനുശേഷം നമ്മുടെ കലണ്ടറിന് തൂക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കലണ്ടറിലും ഒരേപോലെ വരുന്ന പോലെ ഹോൾസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പഞ്ച് വെച്ചിട്ട് ഹോള് കട്ട് ചെയ്യണം. അപ്പോൾ കലണ്ടറിൽ നമ്മൾ ഡേയ്സ് എല്ലാം കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ക്രാപ്പ് ബുക്ക് റിങ് എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രാപ്പ് ബുക്ക് റിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പി യൂസ് ചെയ്യാം, ക്രാഫ്റ്റിൻ്റെ വയറ് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് അടുക്കിയിട്ട് നമ്മുടെ ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ടേബിൾ കലണ്ടർ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.